ടോപ്പിക് എന്ന് പറയുന്നത് റൺ ടൈം എറേഴ്സ് ആണ്. അതായത് എക്സെപ്ഷൻസ് എറർ ഹാൻഡ്ലിംഗ് ആണ് അടുത്ത ടോപ്പിക്ക്. റൺ ടൈം എറേഴ്സ് നമ്മൾ സാധാരണ റൺ ടൈം എറേഴ്സ് ഉണ്ടാവുന്നത് മെയിൻ കാരണം ഒന്ന് ഡിസൈനിൽ വരുന്ന ഫോൾട്ട്, അല്ലെങ്കിൽ കോഡിങ്ങിൽ വരുന്ന മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഹാർഡ്വെയർ ഫെയിലിയർ, അല്ലെങ്കിൽ മറ്റ് സോഴ്സസ്. മെയിനായിട്ട് ഡിസൈൻ ഫോൾട്ട്, കോഡിങ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഹാർഡ്വെയർ ഫെയിലിയർ കാരണമാണ് നമുക്ക് റൺ ടൈമിൽ എറേഴ്സ് ഉണ്ടാവാൻ കാരണം. ഇതിന് നമ്മൾ എക്സെപ്ഷൻസ് എന്നാണ് പറയുക. റൺ ടൈം എറേഴ്സിന് എക്സെപ്ഷൻസ് എന്നാണ് പറയുക. അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എക്സെപ്ഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതുണ്ടാവാം, യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻസ് ഉണ്ടാവാം. ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, സിസ്റ്റം റണ്ണിങ്ങിനിടയ്ക്ക് വരുന്ന പ്രോബ്ലംസാണ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. യൂസർ ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസേഴ്സ് ചെയ്യുന്ന പ്രോഗ്രാമിൽ യൂസർ കാരണം വരാവുന്ന എക്സെപ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എക്സെപ്ഷൻ ഹാൻഡ്ലേഴ്സിനെ നമ്മൾക്ക് എറർ എങ്ങനെ ഒരു സ്റ്റോർഡ് പ്രോഗ്രാം ക്യാൻ ടേക്ക് വെൻ ദ വാർണിംഗ് ഓർ ആൻ എറർ ഒക്കേഴ്സ്. എറർ ഒക്കർ ചെയ്യുന്നതിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ അതിൻ്റെ വാർണിംഗ് തരും. അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സിൻടാക്സ് ആണ് ഡിക്ലെയർ, കണ്ടിന്യൂ ഓർ എക്സിറ്റ്. കണ്ടിന്യൂ ഓർ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ 2 types ഓഫ് ഹാൻഡ്ലേഴ്സ് ആണ്. ഹാൻഡ്ലർ ഫോർ SQL സ്റ്റേറ്റ് നമ്മൾ എന്താ കൊടുക്കുക. പിന്നെ ഇത് MySQL ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ നോട്ട്സ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പോസ്റ്റ്ഗ്രസ് SQL ആണ്. അതിൻ്റെ കോഡ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ഞാൻ പറയുകയാണ്. MySQL എറർ കോഡ്, കണ്ടീഷൻ നെയിം, ഹാൻഡ്ലർ ആക്ഷൻസ്, ഇതാണ് സിൻടാക്സ് വരുന്നത്. അതിൽ 3 types ഓഫ് ക്ലോസസ് ആണുള്ളത്. ഹാൻഡ്ലർ ടൈപ്പ് ക്ലോസ്. ഹാൻഡ്ലർ ടൈപ്പ് ക്ലോസിൽ വരുന്നതാണ് കണ്ടിന്യൂ ആൻഡ് എക്സിറ്റ്. സെക്കൻഡ് വണ്ണാണ് ഹാൻഡ്ലർ കണ്ടീഷൻ. ഹാൻഡ്ലർ കണ്ടീഷനിൽ വരുന്നതാണ് SQL സ്റ്റേറ്റ്, MySQL എറർ കോഡ്, പിന്നെ നെയിംഡ് കണ്ടീഷൻസ്. പിന്നെ തേർഡ് വൺ ഹാൻഡ്ലർ ആക്ഷൻസ്. ഓക്കെ, അതിൽ ടൈപ്സ് ഓഫ് ഹാൻഡ്ലേഴ്സിലാണ് എക്സിറ്റ് ഹാൻഡ്ലറും കണ്ടിന്യൂ ഹാൻഡ്ലറും വരുന്നത്. എക്സിറ്റ് ഹാൻഡ്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ കറണ്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ്, നമ്മളൊരു മെയിൻ ബ്ലോക്കിലാണ് നമ്മൾ മെയിൻ ബ്ലോക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചെങ്കിൽ ആ പർട്ടിക്കുലർ ആ പ്രൊസീജിയർ ടെർമിനേറ്റ് ചെയ്യും. ആ കൺട്രോൾ എന്ത് ചെയ്യും, വീണ്ടും പ്രൊസീജിയറിലേക്ക് ഒരു എക്സ്റ്റേണലായിട്ട് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനെ ഇൻവോക്ക് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് മുതൽ ചെയ്യും. നമ്മൾ സപ്പോസ് എൻക്ലോസ്ഡ് വിത്തിൻ നമ്മൾ ഔട്ടർ ബ്ലോക്കിലാണ് വെച്ചെങ്കിൽ, ഔട്ടർ ബ്ലോക്കിൽ നിൽക്കുമ്പോഴാണ് വെച്ചെങ്കിൽ എററൊക്കെ വെച്ചെങ്കിൽ ഔട്ടർ ബ്ലോക്കിൽ നിന്ന് എന്ത് ചെയ്യും, ഇൻസൈഡ് ഓഫ് ദ സെയിം സ്റ്റോർഡ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ആ കൺട്രോൾ എന്ത് ചെയ്യും, റിട്ടേൺ ബാക്ക് ടു ഔട്ടർ ലൂപ്പ്. അതായത് നമ്മൾ ഇന്നർ ലൂപ്പിലാണ് നിൽക്കുന്നത് വെച്ചെങ്കിൽ അവിടെയാണ് എക്സെപ്ഷൻസ് ഒക്കെ ചെയ്ത് വെച്ചെങ്കിൽ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് എക്സിറ്റ് ആയിട്ട് ഔട്ടർ ലൂപ്പിൽ വന്നിട്ട് വീണ്ടും ഔട്ടർ ലൂപ്പിൽ നിന്ന് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. നമ്മളിപ്പം മൊത്തമായിട്ട് ഔട്ടർ ലൂപ്പിലാണ് നിൽക്കുന്നത് വെച്ചെങ്കിൽ എക്സെപ്ഷൻസ് അവിടെയാണ് വന്നു വെച്ചെങ്കിൽ അതൊന്ന് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. ഇതാണ് എക്സിറ്റ് എന്ന് പറയുന്നത്. കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ലൂപ്പിൽ നിൽക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം അവോയ്ഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിൽ നിന്ന് അത് കണ്ടിന്യൂ ചെയ്യും. The execution continues with the statement following the one that caused error. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, കോഡ് നമ്പർ ലൈൻ നമ്പർ 10 നമുക്ക് എക്സെപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ കണ്ടിന്യൂ വെച്ചിട്ടാണ് നമ്മൾ ആ ക്ലോസ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് വെച്ചെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കോഡ് നമ്പർ 10 വന്നിട്ടുണ്ടെങ്കിൽ കോഡ് നമ്പർ 11 തൊട്ടിട്ട് അത് കണ്ടിന്യൂ ചെയ്യും. ആ 10 സ്കിപ്പ് ചെയ്തിട്ട് 11 തൊട്ടിട്ട് റിപ്പീറ്റ് ചെയ്യും അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. ഇതാണ് കണ്ടിന്യൂ ക്ലോസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഡിക്ലെയർ എക്സിറ്റ് ഹാൻഡ്ലർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എക്സിറ്റ് ഹാൻഡ്ലർ ഫോർ നമ്മൾ ഒരു വാല്യൂ പറഞ്ഞിട്ടുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് കീ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അവരുടെ എക്സെപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വരികയാണെങ്കിൽ ഇത് നമ്മൾ ഇപ്പോൾ ഇന്നർ ലൂപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഔട്ടർ ലൂപ്പിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഔട്ടർ ലൂപ്പ് എന്ന് പറയുന്നത് മോഡിഫൈഡ് SQL എന്ന് പറഞ്ഞിട്ടുള്ളത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതേപോലെ ഇപ്പോൾ കണ്ടിന്യൂ എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ ഡിക്ലെയർ കണ്ടിന്യൂ ഹാൻഡ്ലർ ഉപയോഗിച്ചാൽ അവിടെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കീ വരാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ നെക്സ്റ്റ് ലൂപ്പ് ഏതാണോ ആ ലൂപ്പിൽ നിന്ന് നമ്മൾ ചെയ്യും. ഓക്കെ,
അടുത്തത് ഹാൻഡ്ലർ കണ്ടീഷൻസ്. ഹാൻഡ്ലർ കണ്ടീഷൻസ് എന്ന് പറയുന്നതാണ് എറർ കോഡ്, അതുമാതിരി SQL സ്റ്റേറ്റ് കോഡ്, നെയിംഡ് കണ്ടീഷൻസ്. അതായത് SQL ഹാസ് ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് എറർ, അതിന് കുറേ എറർ കോഡ്സ് ഉണ്ടായിരിക്കും. ഹാൻഡ്ലർ കണ്ടീഷൻ ദാറ്റ് റെഫേഴ്സ് ടു ന്യൂമറിക് കോഡ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് ക്വാളിഫിക്കേഷൻ, അതായത് ന്യൂമറിക് കോഡ്സ് എന്ന് പറയുമ്പോൾ ക്വാളിഫിക്കേഷൻ പറയാം, പിന്നെ അതുമാതിരി ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരാം. പിന്നെ SQL സ്റ്റേറ്റ് കോഡ് എന്ന് പറയുമ്പോൾ ANSI സ്റ്റാൻഡേർഡിൽ വരുന്ന ടൈപ്പ്. ANSI സ്റ്റാൻഡേർഡിൽ കുറേ എലമെൻസിനൊക്കെ ഓരോ നെയിമും കാര്യങ്ങളൊക്കെ A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് വാല്യൂ, B എന്ന് ക്യാപിറ്റൽ Aക്ക് ഒരു വാല്യൂ, സ്മോൾ Aക്ക് ഒരു വാല്യൂ, അതേമാതിരി ഓരോന്നിനും ANSI സ്റ്റാൻഡേർഡ് വൈസ് ഓരോന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ വരുന്ന പ്രോബ്ലംസിനെയാണ് നമ്മളെന്ത് പറയുന്നത് SQL സ്റ്റേറ്റ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പിന്നെന്താണ്, പിന്നെ അടുത്തത് റിലയബിലിറ്റി ഓഫ് എക്സെപ്ഷൻ ഹാൻഡ്ലേഴ്സ് ഇൻക്രീസ് ഡിഫൈൻ ദ കണ്ടീഷൻ ഡിക്ലറേഷൻ. അതായത് നമ്മൾ കണ്ടീഷൻ ഡിക്ലറേഷൻ കൊടുക്കുകയാണെങ്കിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഒന്നും കൂടെ റിലയബിളായിട്ട് പ്രോസസ്സ് ചെയ്യും. അതിനാണ് നമ്മൾ കണ്ടീഷൻ നെയിം കണ്ടീഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ അണ്ടർസ്കോർ നെയിം എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ കൊടുക്കുന്നത്. കണ്ടീഷൻ അതായത് ഇഫ് ലൂപ്പോ വൈൽ ലൂപ്പോ ഫോർ ലൂപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എക്സെപ്ഷൻസ് ഒന്നും കൂടെ റിലയബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത്രയാണ് എറർ ഹാൻഡ്ലേഴ്സ് അല്ലെങ്കിൽ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഇൻ SQL എന്ന് പറയുന്നത്. ഇതിൻ്റെ പോസ്റ്റ്ഗ്രസ് SQLനെ എന്താണ് ചേഞ്ചസ് വരുന്നത് എന്നുള്ളത് ഞാൻ അടുത്ത ഇതിൽ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.